കരുത്തമ്മ കരുത്തമ്മ, സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കെട്ടാൻ കഴിഞ്ഞില്ല, കെട്ടിയ പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാനും കഴിഞ്ഞില്ല. ഇന്നെല്ലാം മറന്നുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരില്ലേ കരുത്തമ്മ? നീ വന്നില്ലെങ്കിൽ ഈ കടാപ്പുറത്ത് പാടി പാടി ചങ്ക് പൊട്ടി ഞാൻ മരിക്കും. ശല്യമല്ല ഇത് അച്ഛാ. ആരാടാ പറ്റിയത്? ആരാടാ അത്? സുലൈമാനോ? വെക്കനാ വെടി? വെക്കാനാ പറഞ്ഞത്? അച്ഛാ, വെടി വെക്കാൻ അറിയാത്ത നീയൊക്കെ ആണാണോടാ? ആ, വെടിവെക്കാനാ? എന്താടാ? എങ്ങനെയുണ്ട് മധു? മധു അതെ, ഞങ്ങൾക്ക് ആർക്കും ഇവിടെ മാന്യമായിട്ട് ജീവിക്കണ്ടേ? ഇത് ജീവിച്ചോ? എന്ത് വേഷം കെട്ടാണ് അച്ഛനീ കാണിക്കണത്? എന്തെങ്കിലും വേഷം ഇത് ഞാൻ എന്നല്ലേ? ഈ സൗണ്ടും ബഹളവും ഒക്കെ റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയ നല്ല വയറിലായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. എന്റെ അച്ഛൻ ഞങ്ങളും മാന്യമായിട്ട് സാമൂഹ്യമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് ആളുകൾ കളിയാക്കിയിട്ട്. എടാ, ഞങ്ങൾക്ക് മനസ്സിന് പിടിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണതിന് എന്താ തെറ്റ്? അതിനൊക്കെ ഒരു നേരവും കാലവും ഇല്ല അച്ഛാ. ഈ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുമ്പോഴാണ് മിമിക്രി ട്രൂപ്പ് ഉണ്ടാക്കാൻ നടക്കണത്. ഇപ്പൊ ആളുകൾ എന്തൊക്കെ പറഞ്ഞാൽ കളിയാക്കി ചിരിക്കണേന്നറിയാമോ? നിങ്ങൾ അന്തസ്സുള്ള ഒരു SI ആയിട്ട് റിട്ടയർഡ് ആയ ആളാണ്. ഇത് കാണിക്കാൻ നടക്കലല്ല നിങ്ങളുടെ പണി. റിട്ടയർഡ് ആയ അടങ്ങി ഒതുങ്ങി മക്കൾക്കും കുടുംബത്തിനും ശല്യം ഇല്ലാതെ എവിടെയെങ്കിലും ശിഷ്ടകാലം ഒതുങ്ങി കഴിയുക, അല്ലാതെ ഫേമസ് ആകാൻ നടക്കുകയല്ല വേണ്ടത്. എടാ, SI ആയിരിക്കുമ്പോ മനസ്സിൽ വെറുപ്പാണെങ്കിലും പുറത്ത് എന്നെ തൃപ്തിപ്പെടുത്താൻ പലരും ഇങ്ങനെ ബഹുമാനിച്ചൊക്കെ നടന്നിരുന്നു. ഇപ്പൊ ഓരോരുത്തർ എന്നെ കാണുമ്പോൾ ചിരിച്ചിന്റെ അടുത്തേക്ക് വരുമ്പോ എനിക്ക് എന്തായാലും ഒരു സന്തോഷം എന്നറിയോ? അച്ഛന്റെ സന്തോഷം എന്തായാലും കൊള്ളാം. ഞങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തിട്ട് അച്ഛൻ സന്തോഷിക്കണം. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. ഇനി മേലിൽ ഈ വക പരിപാടിക്ക് നിന്നാ ഏതെങ്കിലും റൂമിലിട്ട് പൂട്ടിയിട്ട് താക്കോലായിട്ട് ഞാൻ പോവും. പറഞ്ഞേക്കാം. മിമിക്രി കളിക്കാൻ ഇറങ്ങിയേക്കും. അടുത്തു ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി വീണ്ടും ഒരു പാഴ്ജന്മം? ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് പോകും. അച്ഛ ഡബിള് മുണ്ട് ഞാൻ കുത്തിക്കേറ്റും. ഞാൻ അണ്ണാക്കില്ല. ഞാൻ പോവും. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. എന്റെ മന്മതേട്ട, നിങ്ങളൊന്ന് വിളിച്ചിട്ട് കാര്യം പറയാൻ നോക്ക്. വീട്ടിൽ സമാധാനമില്ല. ഇപ്പൊ നാട്ടിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിപ്പോൾ ചെണ്ട വന്ന് മദ്ദളത്തിൻ്റെ അടുത്ത് വിഷമം പറയണ പോലെ ആയി. എൻ്റെ ഭാര്യ ഇവിടെ പറഞ്ഞ് മടുത്ത്. ചേച്ചിക്ക് അറിയാം ഇപ്പൊ എൻ്റെ അവസ്ഥ. ഭാര്യ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയി. രണ്ടാളും കൂടി നിന്നിട്ട് ആ വീടിന്റെ നടുക്കുന്ന് തുപ്പി നാറ്റിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആരെങ്കിലും വന്നാൽ ഇരിക്കാൻ 2 കസേര ഇട്ടിട്ടുണ്ടായി വാതുക്ക. അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി മച്ചുമോളിൽ വെച്ചേക്കണ്. ഒരാൾ ഇരിക്കാൻ പാടില്ല. സ്റ്റാൻഡപ്പ് കോമഡിയാണ് ചെയ്യണത്. എത്ര എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇവിടെയുള്ള മറ്റേ സ്പൂണൊക്കെ ഉണ്ടല്ലോ, സ്പൂണെല്ലാം മൈക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ച് പിടിച്ചിട്ട്. ഇവിടെ സ്പൂണിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു ദിവസം നട്ടപ്പാതിരൊക്കെ ഞാൻ ഞെട്ടി എണീറ്റ് നേരം വെളുത്താന്ന് ഓർത്ത് നോക്കുമ്പോ 2 മണിയാണ്. പുള്ളി ടെറസിന്റെ മുകളിൽ കയറി നിന്ന് സുപ്രഭാതം പൊട്ടി വിടരുന്നത് പ്രാക്ടീസ് ചെയ്യാണ്. ഇവിടെ കോഴി കൂവല. കോഴി അതിന് സമയമൊന്നുമില്ല. 2 മണിക്ക് ഇവിടുത്തെ കോഴി കൂവും, 3 മണിക്കും കൂവും, 4 മണിക്കും ഒക്കെ കൂവും. അതെ, ഇവിടെ കൂകിക്കൊണ്ടിരുന്നു അച്ഛനും മോനും കൂടി. ഭാര്യയുടെ ഭാര്യക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് അത് പോയി. ഞാൻ പെട്ടി പാക്ക് ചെയ്ത് വെച്ചെങ്ങനെയാണ്. ഏത് നിമിഷം ഞാനും പോവും. ഒരു 2 രൂപ നോട്ടുകളിട്ട് 5 രൂപയെടുക്കുന്നു ചിലര, 5 രൂപയെടുക്കുന്നു ചിലര. കള്ളക്കാശൊലി ചെയ്താൽ കണ്ണുകൾ രണ്ടും തിരികിട്ട സുഹൃത്തേ, നീ അവിടെ നിൽക്കണ്ട പുര, ഞാൻ പോയി നീരാടി വരട്ടെ. നീ എന്താണ് ശ്വാസം പാട്ട് ശ്വാസം മുട്ടി ചാവും കിടന്ന് തുള്ള. ശ്വാസം മുട്ടി ചാവണ് ഞങ്ങളല്ലേ? നിനക്കെന്താ ഈ തുള്ളാട്ടം? നിങ്ങൾക്ക് എന്താ പ്രാന്താണോ നിങ്ങൾക്ക്? അല്ല, ഇതല്ലടാ ഇനി പുറമെ പുള്ളുമ്പാട്ട് വരാം. മനുഷ്യരെ നാണം കിടത്തിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. അതെന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ കിടന്ന് കാണിക്കുന്നത് പോരാതെ ഈ മൊബൈലിൽ കിടന്ന് എന്ത് കുന്ത്രാട്ടം ഉണ്ടാക്കണത്. എന്തിനു നീയൊക്കെ ഇങ്ങനെ കിടന്ന് തുള്ളണേന്ന് ആളുകൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്നുണ്ടല്ലോ. ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടേക്കണേ. ഇന്നത്തോട് നിർത്തിക്കോണം. ഇനി ഈ പരിപാടി ഇവിടെ പറ്റില്ല. അല്ലെങ്കിൽ ഈ പരിപാടി ഇനി ഇവിടെ ചെയ്യാൻ ഞങ്ങൾക്ക് നേരല്ലടാ.
ഞങ്ങളുടെ ഒക്കെ ഒരു ഐറ്റം ഇനി നീ കാണണമെങ്കിൽ ടി വി തുറന്നിരിക്കണം. പലരും ഒന്ന് കയറാൻ കൊതിക്കുന്ന വേദിയിലേക്കാടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെലക്ഷൻ കിട്ടിയിരിക്കണേ. ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ സൂപ്പർ ചിരിയിലേക്കാണ് ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയത്. ടിവിയിലാ നിങ്ങളാ? ഞങ്ങള് പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും സൂപ്പർ ചിരിയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ചക്കര, ഞാൻ നിങ്ങളുടെ സ്വന്തം പണ്ഡിറ്റ്. നമുക്ക് അതുപോലെ ഷോയിലേക്ക് കടക്കാവുന്നതാണ്. അതെ. ആദ്യം അതിന് മുമ്പ് നമ്മുടെ ജഡ്ജസിനെ വിളിക്കണ്ടേ? പിന്നെ നമ്മുടെ ചാർലി ചാപ്ലിൻ അവാർഡ്, മിസ്റ്റർ ബീൻ അവാർഡ്, ഒരുപാട് പേരെ ചിരിപ്പിച്ച് മിമിക്രി വേദി ഇളക്കി മറിച്ച നമ്മുടെ പ്രിയപ്പെട്ട മൊയ്തു സാറിനെ നമുക്ക് ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മൊയ്തു സാർ. അടുത്ത ആളിലേക്ക് പോയാലോ? അത് എന്റെ ഫേവറേറ്റ് ഒരാളാണ്. നമ്മുടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം തൊട്ട് തന്നെ നമ്മളെല്ലാ കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ വരെ ഈ ഒരു കോമഡിയുടെ വിത്തുകൾ പാകിയ, കോമഡി മുളപ്പിച്ചെടുത്ത മുത്തുമണിയായ രാഘവൻ സാർ. പ്ലീസ് വെൽക്കം ടു ദ ഷോ രാഘവൻ സാർ. അടുത്തത് മലയാളത്തിൽ നമുക്കിപ്പോൾ ഒരു മെയിൻ ആയിട്ട് ഒരു സ്ക്രിപ്റ്റ്, കോമഡി സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ചിരിയുടെ സ്ക്രിപ്റ്റിനെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അതെ. ഇയാളുടെ പേര് കൂടാതെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതും കൂടാതെ അങ്ങനത്തെ ഒരാളാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ ഈ സൂപ്പർ ചിരിയുടെ പെറ്റാണ്. പെറ്റ് ആണിക്കല്ലെന്ന് വേണം നമുക്ക് പറയാം. അങ്ങനെ പറയല്ല, ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം മതിയാവത്തില്ല. അപ്പൊ ചക്ര നമ്മളെ ഫസ്റ്റ് കണ്ടസ്റ്റൻസിനെ വിളിച്ചാലോ? ഉറപ്പായിട്ട്. അത് ആരൊക്കെയാണ് വരാൻ പോകുന്നത്? പേരല്ല, അവരുടെ പേരിലല്ല മെയിൻ ആയിട്ടുള്ള കാര്യം, അവരുടെ ജോലിയാണ്. അതെ, ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ, ഒരു വില്ലേജ് ഓഫീസറുമാണ്. സാർ എന്നാ വിളിക്കട്ടെ, ഞങ്ങൾ അവരെ വിളിക്കട്ടെ. എന്നാ പ്രേക്ഷകരെ ഞങ്ങൾ വിളിക്കുകയാണ് നമ്മളെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ശീതളൻ സാർ ആൻഡ് സുധൻ സാർ. നമസ്കാരം. ഓ, എവിടുന്ന വരുന്നേ? നാന് മുണ്ടൂരിന്നാണ്. സ്ഥലം ചോദിക്കുമ്പോ എന്താ മുണ്ടൂര് പറഞ്ഞ്? അല്ല, മുണ്ടൂര് എന്ന് പറഞ്ഞാൽ പാലക്കാട് മുണ്ടൂര് എന്റെ വീട്. ഓ, എന്താ പേരെന്താ? പേര് കണ്ടമുത്തന്ന്. കണ്ടമുത്തന് എന്താ അസുഖം? എന്താന്ന് അറിയില്ല സാറേ, കുറച്ച് ദിവസമായിട്ട് എന്റെ വയറിന്റെ ഉള്ളിൽ കൂടെ കച്ച ഇങ്ങനെ തീവണ്ടി പോണ മാതിരി സൗണ്ട്. നോക്കി നോക്കട്ടെ. കേൾക്കണ്ടോ? സൗണ്ട് ഒന്നും കേൾക്കാനില്ലല്ലോ. ഇല്ല. എന്നപ്പോ ട്രെയിൻ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും സ്റ്റേഷനിൽ, അതുകൊണ്ടാവും. വയറുവേനയാണ്. എന്താ കണ്ടമുത്തന്റെ ജോലി എന്താ? എന്റെ ജോലി എന്ന് പറഞ്ഞത് നാം പനയമ കയറുകയാണ്. ഇതിനായി വെറുതെ പനയുടെ മുകളിൽ കയറണ്? വെറുതെ പനയമ കയറാൻ എനിക്ക് എന്താ പ്രാന്താണ്? എനിക്ക് കണ്ടിയെത്താണേ. ഓ, അത് ശരി, ചെത്തു തൊഴിലാളിയാണ്. അല്ല, ഈ പന കയറല് ഏത് സമയത്തൊന്നും ഉണ്ടാവില്ല, ഒരു സീസണിലല്ലേ ഉണ്ടാവുള്ളൂ ഈ പന കയറുന്നത്? അത്രയേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് എന്താ കണ്ടമുത്തൻ ചെയ്യണേ? അല്ലാത്ത സമയത്ത് ഞങ്ങള് പാരമ്പര്യമായിട്ട് വൈദ്യന്മാരാണ്. പാരമ്പര്യമായിട്ട് വൈദ്യന്മാരാണ്? വൈദ്യ ചികിത്സയാണ് ഞങ്ങൾക്ക്. അത് എന്താ വൈദ്യ ചികിത്സ? അതെന്ന് പറഞ്ഞ ഒറ്റമൂലി ചികിത്സ ഉണ്ട് ഞങ്ങൾക്ക്. സത്യം പറഞ്ഞ എന്താണ് ഈ ഒറ്റമൂലി ചികിത്സ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല, ഒറ്റയ്ക്കൊരു മൂലയിൽ ഇരുന്ന് ചികിത്സിക്കുക, അത്രേ ഉള്ളൂ. അതാണ് ഒറ്റമൂലി ചികിത്സ. അതാണ് ഒറ്റമൂലി ചികിത്സ. അപ്പൊ ഇതിന് ഈ മരുന്നുകളൊക്കെ എങ്ങനെയാണ്? അത് നമുക്ക് മരുന്ന് ഉണ്ടാക്കാൻ മിഷ്യനുണ്ട്. മിഷ്യനുണ്ട്? ഓ, ശാസ്ത്രമൊക്കെ പുരോഗമിച്ചല്ലോ. എനിക്കിപ്പോ ഈ മിഷ്യൻ ഒന്ന് കാണാൻ പറ്റുമോ വീട്ടിൽ വന്ന? ഉപ്പ കാണാൻ പറ്റില്ല, മായാൻ വിട്ടിരിക്കുകയാണ്. തന്റെ ആട്ടുംകുട്ടികളാണ്. അതിപ്പോ നമ്മളതിന്റെ ഫ്രണ്ടില് അതിന്റെ മുന്നാടത്ത് ഇങ്ങനെ പച്ചരൊക്കെ ഇട്ട് കൊടുക്കുക. അതങ്ങനെ തിന്നിട്ട് പുറകിൽ കൂടെ ഗുളിയായിട്ട് വരും. അപ്പൊ ഒന്ന് പോവാണ്ട് പിടിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. വയറുവേനയാണ് അല്ലേ? ഞാൻ നോക്കട്ടെ കേട്ടാ. ശരി. ഇവിടെ വേനുണ്ടോ? ഉണ്ട് സാറേ, ഇവിടെ ഉണ്ട്. ഓ, ഇവിടെ ഉണ്ട്. അത് പേടിക്കണ്ട കേട്ടോ, അത് നിസ്സാര പ്രശ്നമാണത്. എന്താണ്? അല്ലാണ്ട നിങ്ങളുടെ ഈ ചെറുകുടലും വൻകുടലും സ്ഥാനം തെറ്റി കിടക്കുക, കെട്ടുപനഞ്ഞ് കിടക്കണണ്ട കണ്ട, കയ്യിലെ കട തന്നെ ഉണ്ടാ. കൈ എടുക്കുന്നത് അണ്ടർവാറിനെ വള്ളി പിടിച്ചിട്ടാണ് തമാശ കളിക്കുന്നത്. എന്റെ ദൈവേ, ഇങ്ങനത്തെ ഒരു പൊട്ടന്റെ അടുത്താണ് ഞാൻ എന്റെ ജീവനം കൊണ്ട് വന്നിരിക്കുന്നത്. പോയി നിങ്ങള്. പൊട്ടനോ? ഞാനോ? ഇതാണ് ഉള്ളത് പറഞ്ഞാ പൊട്ടൻ. മറിമായം